അമീബയ്ക്ക് തലച്ചോറിലെത്താനുള്ള എളുപ്പ വഴി എന്നുള്ളത് മൂക്കിന്റെ ഉള്ളിൽ നിന്നാണ്. മൂക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ദ്വാരമല്ല, മൂക്കിന്റെ ഈ 2 നോസ്ട്രൽസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ പുറത്തുള്ള മൂക്കിന്റെ ഉള്ളിലായിട്ട് അനേകം അറകളുണ്ട്. അപ്പൊ ഈ അറകളിലേക്ക് അഴുക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നോക്കുമ്പോൾ അത് വൃത്തിയുള്ള വെള്ളം പോലെ ഇരിക്കുമെങ്കിലും കാഴ്ചയിൽ വൃത്തിയുണ്ടെങ്കിലും അതിനകത്ത് രോഗാണുക്കൾ, മറ്റ് സൂക്ഷ്മാണുക്കൾ ഉള്ള വെള്ളമാണ് എങ്കിൽ അത് ഈ അറകളിലേക്ക് ചെല്ലുമ്പോൾ ഈ ജലത്തിലുള്ള ജീവികൾക്ക് തലച്ചോറിലേക്ക് നുഴഞ്ഞു കയറാനായിട്ട് ഏതാനും മില്ലിമീറ്റർ ദൂരമേ ഉള്ളൂ. മില്ലിമീറ്റർ. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ തലച്ചോറ് വളരെ സുരക്ഷിതമാണെന്നുള്ളതാണ്. ശരിയാണ്, നമ്മുടെ തലയോട്ടിയെല്ലാം വളരെ സ്ട്രോങ് ആണ്. ഇവിടെയൊക്കെ ഇൻഫെക്ഷൻ വന്നാലൊന്നും തലച്ചോറിനകത്തേക്ക് കയറുകയില്ല. പക്ഷേ ഈ മൂക്കിനകത്ത് നമ്മുടെ ഒരു വീക്ക് പോയിന്റ് ഉണ്ട്, ഉള്ളിലാണ്, വളരെ ഉള്ളിലാണ്. ആ പോയിന്റിനാണ് ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് വളരെ നേർത്ത ഒരു അസ്ഥിയാണ്. ഈ അസ്ഥിയാണ് മൂക്കിന്റെ അറയെയും തലച്ചോറിന്റെ അറയും തമ്മിൽ വേർതിരിക്കുന്നത്. വളരെ വലിയൊരു കോട്ടയ്ക്ക് ചെറിയൊരു വേലി കിട്ടി എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ഈ വേലിക്കകത്തുകൂടി അമീബ ഉണ്ടെങ്കിൽ അതിന് നുഴഞ്ഞു കയറാൻ എളുപ്പമാണ്. തലച്ചോറ് എന്നുള്ളത് അതിന് വളരെ എളുപ്പം ഭക്ഷിക്കാനും ഡൈജസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തുരന്നു വരുന്ന ആപ്പിളിനകത്ത് പുഴു തുരന്നു പോകുന്ന പോലെ ഇതിന് തുരന്നു പോകാൻ വളരെ എളുപ്പമാണ്.